എൻ്റെ വീഡിയോ കാണാൻ വന്ന എല്ലാ സൂപ്പർ സ്റ്റാർസിനും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ യാത്ര. ഈ 10 ദിവസവും നല്ല തിരക്കായിരിക്കും. അപ്പം എല്ലാ ദിവസവും അമ്പലത്തിൽ പരിപാടിയുണ്ട്. നമ്മളിതേ വൈകിട്ട് 7:30 അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്നാളെ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു വേഗം പോയി ഒന്ന് കാണണം. ഇതാണ് പള്ളിയിറക്കാവ് ക്ഷേത്രം കേട്ടോ, ദേവീ ക്ഷേത്രമാണ്. അതേ അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് അമ്പലം. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട് വശത്ത് എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പം അവിടെ നടക്കുന്ന പ്രോഗ്രാമാണ് ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിൽ വരുന്ന ആരാണ്? എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരാളുണ്ട് കേട്ടോ, കുഞ്ചൻ നമ്പ്യാർ. എൻ്റെ മനസ്സിലൊന്നല്ല, ഓട്ടംതുള്ളൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ട്, ഒരു പേരുണ്ട്, കുഞ്ചൻ നമ്പ്യാർ അല്ലേ. അപ്പോൾ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ, പക്ഷേ അകത്തോട്ട് കയറാൻ പറ്റിയില്ല. മക്കൾ പറഞ്ഞു, അമ്മയെ അപ്പുറത്ത് പോയി കൈകൊട്ടിക്കളി കാണാം, സ്റ്റേജിൻ്റെ ബാക്ക് വശത്ത് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്നു വന്നപ്പോഴത്തേനും ദേ അമ്പലത്തിലേക്ക് താലം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിലേക്ക് എന്നും താലമുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് മാത്രമായിരിക്കില്ല താലം, പല സ്ഥലത്തുനിന്ന് ഒരു ദിവസം ഒന്നിക്കൂടുതൽ താലങ്ങളൊക്കെ വരാറുണ്ട്. ഇതേ കുഞ്ഞുങ്ങളൊക്കെ പട്ടുടയും ബ്ലൗസൊക്കെ ഇട്ട് ഹാഫ് സാരിയൊക്കെ കൊടുത്ത് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും താലമായിട്ട് അമ്പലത്തിലേക്ക് വന്നു. ശിങ്കാരിമേളം ഉണ്ട്, അമ്മൻകുടം ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ താലം കാണാനായിട്ട്. അപ്പം ശിവക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അമ്മൻകുടം കാണുന്നതും. അവൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക് മാത്രമല്ല കേട്ടോ. ഈ ഉത്സവം വരുന്ന സമയത്ത് കുഞ്ഞു പിള്ളേർ തൊട്ട് പ്രായമായവർക്ക് വരെ ഭയങ്കര സന്തോഷവും എന്താ പറയുക, അവരുടെ ഒരു 10 ദിവസം എന്ന് പറയുന്നത് അവർക്ക് പോകുന്നതേ അറിയില്ല, അത്ര സന്തോഷമായിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഉത്സവപ്പറമ്പ് വെച്ച് നമ്മൾ കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. അതായത് കുറേ നാൾ കൂടി ഇരുന്ന് കുറേ ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഉത്സവപ്പറമ്പ്. അപ്പം ഞാൻ അവിടെ മതിഷയുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ നോട്ടം മൊത്തം കടയിലായിരുന്നു കേട്ടോ. പക്ഷേ കട ഒരുപാടൊന്നും വന്നിട്ടില്ല, പോകെ കടയൊക്കെ വരും. കടയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ കീശയിലെ പൈസയുടെ എണ്ണവും കുറയാറുണ്ട്. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. വർഷത്തിലൊന്നല്ലേ, പോട്ടെ അല്ലേ, സാരിയില്ല. പിന്നെ അപ്പം ഞങ്ങൾ അവിടെ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന കാണാനായിട്ട്. ഇപ്പം ക്ഷേത്രത്തിൽ നടക്കാറുള്ള പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് ടൈം സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളാണല്ലോ. അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം കൊടുക്കാറുണ്ട്. അവരതൊക്കെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവർ വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യും. നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ പെർഫോമൻസ് ഒക്കെ അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ശേഷമാണ് സ്പോൺസേഴ്സ് ചെയ്തേക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ വരാറുള്ളത്. നമ്മുടെ നാട്ടിലെ ചേച്ചിമാരൊക്കെ തന്നെയാണ് കേട്ടോ കളിക്കുന്നത്. ഇവരുടെയൊക്കെ കഴിവുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. നല്ല രസമുണ്ടായിരുന്നു ഡാൻസ് പെർഫോമൻസ് കാണാനായിട്ട്. ഇവർ കളിക്കുന്നപ്പോൾ മനുഷ്യനോട് നീ അല്ലേ വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് കളിക്കാതിരിക്കുന്നത്, അവർ കളിക്കുന്നുണ്ട്, എന്ത് രസമായിട്ടാണ്, നിനക്കും പറ്റും, നീയും കളിക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റ് ആയിരുന്നു, ഈ വർഷം കുഞ്ഞാണ്, അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും നടക്കില്ല, അടുത്ത വർഷം ഒരു കൈ നോക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കാം അല്ലേ. ഈ വർഷമായാലും ദേവൂട്ടീനെയും അപ്പൂസിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വരെ. പക്ഷേ എനിക്ക് കുഞ്ഞുമായിട്ട് അവരെ പഠിപ്പിച്ച് പോകാനോ അവരെ മേക്കപ്പ് ചെയ്യാനൊക്കെ എനിക്ക് സമയം കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ വർഷം വേണ്ട, അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരും ഓക്കെ കേട്ടോ. പിന്നെ പ്രശ്നമൊന്നും. ഇനി അടുത്തതായിട്ട് വരുന്നത് കൈകൊട്ടിക്കളിയാണ് കേട്ടോ. അതിനെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്. അടിപൊളിയായിരുന്നല്ലേ. ഞാനും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുവിനെ ഇട്ടിട്ട് ഭയങ്കര പാടാണ് ഡാൻസ് പ്രാക്ടീസിനൊക്കെ വൈകിട്ട് പോകാനായിട്ട്. വീട്ടിലെ പണിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കലും പിന്നെ ഡാൻസ് പെർഫോമൻസും യൂട്യൂബ് ചാനലും എല്ലാം കൂടി എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നിർത്തി. അപ്പോഴത്തേനും അവർ വേറെ ആളെ കണ്ടുപിടിച്ചു. അവരെല്ലാവരും കൂടെയാണ് ഇപ്പോൾ ഈ കളിക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. അവരുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, അവരുടെ കളികളായിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ എനിക്ക് പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മിസ് ചെയ്തു, എന്തെങ്കിലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു കണ്ടു.
അപ്പോൾ ഇനി അടുത്ത വർഷം കളിക്കാമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമല്ലേ. പിന്നെ ഉത്സവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ കളികളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉത്സവം എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും രാത്രി 10 മണിക്കാണ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 7 മണിയാകുമ്പോഴേ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 10:30 11 ആകുമ്പോഴത്തേനും പ്രോഗ്രാം എല്ലാം ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് പണ്ടത്തെ രീതിയിൽ 10 മണിക്ക് പ്രോഗ്രാംസ് ഒക്കെ, നാടകം, ഗാനമേള, നാടൻ പാട്ടുകൾ അതൊക്കെ കണ്ടിരിക്കണം. വെളുപ്പാങ്കാലമാവും വീട്ടിലേക്ക് വരുമ്പോൾ. അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കൈകൊട്ടിക്കളി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. മടങ്ങുന്നതിന് മുന്നേ ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ഐസ്ക്രീമിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഷോപ്പിൻ്റെ അവിടെ വന്നു. എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ ബജ്ജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബജ്ജിയും കഴിച്ചു, ഐസ്ക്രീമും കഴിച്ചു. ഇനി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.